നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ എയിംസ് കൊണ്ടുവരാൻ പ്രഥമ പരിഗണന എന്ന് നേരത്തെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ആദ്യ ചർച്ചകൾ പൂർത്തിയായി എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേരളത്തിനായി ആദ്യം ചെയ്യാൻ പോകുന്നത് എയിംസ് കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന് സുരേഷ് ഗോപി MP വ്യക്തമാക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ബന്ധപ്പെട്ടവരുമായി ആദ്യ ചർച്ച നടത്തിയെന്നും അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നുണ്ട്. മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരായി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തു. തൃശൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയ സുരേഷ് ഗോപിയും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോർജ് കുര്യനും ദൈവനാമത്തിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തതും. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള 72-അംഗ മന്ത്രിസഭയാണ് അധികാരമേൽക്കുന്നത്. സഹമന്ത്രിമാരുടെ വിഭാഗത്തിലായിരുന്നു ഇരുവരുടെയും സത്യപ്രതിജ്ഞ. 52-ാമനായി എത്തിയ സുരേഷ് ഗോപി ഇംഗ്ലീഷിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. 71-ാമനായാണ് ജോർജ് കുര്യന്റെ സത്യപ്രതിജ്ഞ നടന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, എയിംസിന് വേണ്ടിയുള്ള പ്രഥമ പരിഗണന കേരളത്തിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ തരത്തിലുള്ള വികസന പദ്ധതികളും സർക്കാരിൽ നിന്ന് അർഹമായതെല്ലാം വാങ്ങിച്ചു നൽകും എന്ന സുരേഷ് ഗോപിയുടെ വാക്ക് സാധാരണ എംപിമാരെ പോലെ വെറും വാക്കാകാൻ ഇടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തനിക്ക് കിട്ടിയ പദവി ഉപയോഗിച്ച് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ കൃത്യമായി തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും സുരേഷ് ഗോപി നടത്തുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി അതിനുള്ള ശ്രമങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു എന്നുള്ളത് തന്നെ കേരളത്തിലെ ജനതയെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭോദർക്കമായ കാര്യം തന്നെയാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവും.